സ്പൈസി ക്രാഫ്റ്റുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി വാൾ ഹാങ്ങിങ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് കാർഡ്ബോർഡും പിന്നെ ക്ലോത്ത് ബാഗിൻ്റെ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്ലോത്ത് ബാഗിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നിന്നൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ മെറ്റീരിയൽ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന വേറെ ക്ലോത്ത് എടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ ഇവിടെ സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ട് ഇതങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഈ വശത്തേക്കും തിരിച്ചും ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്കിത് ഫ്ലവറിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ വരച്ചിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ കട്ട് ചെയ്തെടുക്കുവാണ്. ഞാൻ എന്താ ഈ ഒരു ഷേപ്പിലാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് രണ്ടെണ്ണം ഇതുപോലത്തെ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ളത് നമ്മൾ ഇതുപോലെ ഒരു പെറ്റൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ പിടിച്ചിട്ടത് ഒട്ടിച്ചെടുക്കാം. അത് എന്നിട്ട് ഇത്തിരി ഗ്ലൂ ആക്കിയിട്ട് ഇതിൻ്റെ മേളിലോട്ടങ്ങ് വെച്ച് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഒരു ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അതിന് ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ 3 കളറിലാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരു കളർ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ 3 കളേഴ്സിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലീഫ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതേ മെറ്റീരിയൽ തന്നെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇത് സെൻറ്ററിലേക്കൂടെ ഇതുപോലെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. ഞാൻ പിന്നെ പെട്ടെന്ന് കട്ട് ചെയ്യാനായിട്ട് വരക്കാനൊന്നും നിന്നില്ല. ഞാൻ ഈ ഒരു ഷേപ്പിലാട്ടോ ലീഫ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ കുറച്ച് അധികം ലീഫും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു വള്ളി പോലെ ആക്കാൻ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു ഇതാക്കാനായിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ടേക്ക് ആ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ അതിന് ഒരു ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ലീഫ് ആദ്യം എടുത്തിട്ട് നമുക്ക് ആ ഫ്ലവറിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കത് ആ വള്ളിയിലോട്ടേക്ക് ഒട്ടിച്ചെടുക്കാം. ഇതപ്പം നമ്മളിതാ ഒരു ഫ്ലവർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൽ വേണമെങ്കിൽ 3 അല്ലെങ്കിൽ 4 അങ്ങനെ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒന്നിൻ്റെ അകത്ത് 4 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ 3 4 ഓരോന്നിൽ അങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പം നമുക്കിതുപോലെ എല്ലാം കുറേ എണ്ണം ചെയ്തെടുക്കാം. ആ ഫ്ലവേഴ്സൊക്കെ നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ വേസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതുപോലെ കാർഡ്ബോർഡ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു ഷേപ്പ് പേപ്പറിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ കാർഡ്ബോർഡിൽ വെച്ചിട്ട് വരച്ചെടുത്തിട്ട് ഇതുപോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്. 2 പീസാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അത് ഒട്ടിക്കാനായിട്ട് അതിൻ്റെ സൈഡിൽ ഒട്ടിക്കാനായിട്ട് ഇതുപോലെ നീളത്തിലൊരു പീസും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് സോഫ്റ്റാക്കി കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് അതിന് ഒട്ടിച്ച് കിട്ടാം. ഹാർഡായിരിക്കുമ്പോഴത്തേനും അത് നമ്മൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാ ആ ബെൻഡ് വരുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് വരാനായിട്ട് ജസ്റ്റ് അതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ബെൻഡ് ചെയ്ത ഭാഗം അവിടെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ ആ ഒരു നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല ആ ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടാവും. അത് നന്നായിട്ട് ശ്രദ്ധിച്ചതായതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും. അവിടെ നന്നായിട്ട് ഒട്ടിയിരിക്കുകയും ചെയ്യും. അതേ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. കണ്ട ആ ഒരു സൈഡ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു പീസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് ഈ സൈഡിലും കൂടെ ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ? അപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇവിടെ ചെറിയ ഗ്യാപ്പ് പോലെ കണ്ട അത് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതിന് ഇതുപോലെ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെ അങ്ങോട്ട് പ്രസ് ചെയ്ത് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹോൾസൊക്കെ കാണില്ല. അപ്പോൾ നല്ല പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ട് അവിടെ. അപ്പം നമുക്ക് മൊത്തത്തിൽ ഇതാക്കണ്ട ഒക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഞാൻ ചെയ്തില്ല കേട്ടോ, അത് പിന്നെ കാണുന്ന ഭാഗമല്ലല്ലോ, ഒരു വശത്ത് മാത്രമേ ആക്കിയിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മേളിൽ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതാ നമ്മുടെ ആ മേളിലത്തെ ഭാഗം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ താഴെവശത്തും ഒരു പീസ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ എക്സസ് വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മുടെ വേസ് ഇവിടെ റെഡിയായി. നമുക്കിതിന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഗ്രേ കളർ സ്പ്രേ പെയിൻ്റ് ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോഴത്തേനും നമുക്ക് അതിന് ഹാങ് ചെയ്തിടാനായിട്ടുള്ള ആ ഒരു ഫ്ലവർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിതെങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു അധികം കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. എന്നെങ്കിലേ നമുക്ക് അതൊന്ന് വിടർന്ന് നിൽക്കുള്ളൂ. നമ്മൾ അല്ലാതെ കാർഡ്ബോർഡ് അല്ലാതെ ജസ്റ്റ് ആ പോട്ടിന് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നതാണെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാർഡ്ബോർഡിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ നല്ല വിടർന്ന് തന്നെ ഇരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ നോക്കി ആ കളറൊക്കെ നോക്കി നമ്മൾ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പൊക്കെ ഇല്ലേ, അവിടെ നമുക്ക് ഫ്ലവേഴ്സ് എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പോട്ടിനെ ഒന്ന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ പോട്ടിന് നമുക്ക് കുഞ്ഞൊരു ഇതുപോലെ ബീഡ്സോ സ്റ്റോണോ എന്തെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കുറച്ച് സ്റ്റോണും ഇതും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും താഴെ ഭാഗത്തും നമുക്ക് ഈ ഒരു ഗോൾഡൻ ലേസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഫ്ലവർ അതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അവിടെ ഞാൻ ഹോട്ട് ഗ്ലൂ തന്നെ ഇട്ടിട്ടില്ല കേട്ടോ. ഈ ഒരു നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുമ്പോഴത്തേനും ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ അവിടെ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മേളിലത്തെ ഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ ചുമ്മാ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഇതിപ്പോൾ ഹാങ് ചെയ്തിടുമ്പോഴത്തേനും ഇങ്ങനെ നല്ല വിടർന്നിരിക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ തന്നെ ഒരു സോഡയുടെ ഇതെടുത്തിട്ടാണ് ഹാങ് ചെയ്തിടാനായിട്ട് ആക്കുന്നത്. അപ്പോൾ നമുക്ക് നൂല് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് ചെരിച്ചിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ചെരിഞ്ഞിട്ടാണ് നമ്മൾ ഹാങ് ചെയ്തിടുന്നത്. അപ്പോൾ ആ ഒരു ഇത് കിട്ടാനായിട്ട് കുറച്ച് ചെരിച്ചൊട്ടിച്ചു കൊടുക്കുക. ഇപ്പം ഇതിൻ്റെ താഴെ ഒരു ഡബിൾ ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് താഴത്തെ ഭാഗം മാത്രം ചുമരിന് ഒട്ടി നിൽക്കുകയും ചെയ്യും, മേളിൽ നിന്ന് ഇങ്ങനെ നല്ല പൊങ്ങി കിടക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും അത് കാണാൻ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വാൾ ഹാങ്ങിങ് ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്കിത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവാൻ നോക്കാം. കണ്ടോ? ആ ഒരു താഴത്തെ ഭാഗം ചുമരിനോട് ചേർത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.